ഒന്ന് ചോദിച്ചോട്ടെ, അതിപ്രശസ്തനായ ഒരു ഫയൽവാൻ ഈ ഭാഗത്ത് എവിടെ താമസമുണ്ടല്ലോ, അദ്ദേഹത്തിന്റെ വീട് അറിയാമോ? പേരെന്താ? എന്റെ പേര് കോര. ഫയൽവാന്റെ പേര്? ഫയൽവാൻ വാസുപിള്ള. താനെന്തിനാ ഫയൽവാനെ കാണുന്നത്? അദ്ദേഹത്തിന്റെ കഴിവുകളെ പറ്റി പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. ആ വീരശൂരന്റെ ശിഷ്യനാകാൻ അടിയൻ ആഗ്രഹിക്കുന്നു. ഫയൽവാൻ വാസുപിള്ള അത്ര വലിയ മിടുക്കനാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അനാവശ്യം പറയരുത്. ഇതുവരെ അദ്ദേഹത്തിന്റെ ശിഷ്യനാകാൻ കഴിഞ്ഞില്ലെങ്കിലും ആ മഹാന് വേണ്ടി ഏകലവ്യനെ പോലെ എന്റെ വിരല് മുറിച്ചു കൊടുക്കാൻ പോലും ഞാൻ സന്നദ്ധനാണ്. വെറുതെ വിരൽ കളയാൻ നിങ്ങൾ പറയുന്ന യാതൊരു കഴിവും അയാൾക്കില്ല. മിണ്ടരുത്. ഇനി ഒരക്ഷരം മിണ്ടിയ അടിച്ചു തന്റെ പല്ല വെക്കും. അത്ര വലിയ ഗുരുഭക്തിയാണോ? എന്നാൽ അതൊന്ന് കാണണമല്ലോ. ഫയൽവാൻ വാസുപിള്ള ഒരു തെണ്ടിയാണ്. ക്ഷമിക്കണം, എന്റെ ഗുരുവിനെ പറ്റി പറഞ്ഞപ്പോൾ എനിക്ക് നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല. ഈ അടി എനിക്ക് കിട്ടിയ അംഗീകാരമാണ്. നിനക്ക് എപ്പോ വേണമെങ്കിലും വന്ന് ഗുസ്തി പിടിക്കാം. ഞാനാണ് ഫയൽവാൻ വാസുപിള്ള. ഗുരു, കാണിക്കാതാ, കൈ പുറകെ കിട്ടണേ. നന്ദിയില്ലാത്തവൻ എങ്ങനെയാണ് പഞ്ച പിടിക്കുന്നത്? വിടടാ. ഗുരുവിനല്ല ഞാനും ചെയ്തത്. എടാ, ഗുരുവിന് എന്തും ചെയ്യാം, പക്ഷെ നിനക്ക് ശിക്ഷയുണ്ട്. എണീക്കടാ, എണീക്കടാ, എണീക്കടാ. 100 ബൈറ്റോ എടുക്കടാ. 100 എടുക്കടാ. 100 ബൈറ്റ്. 1 2 3 നിർത്തരുത്. 4 എക്സ്ക്യൂസ് മീ, could you get me some water please? കുറച്ച് വെള്ളം. എന്താണ് ഇത്? വെള്ളം. നിന്റെ ഞാൻ വെള്ളം ചോദിച്ചോ? ഇല്ല, പക്ഷെ മീനും അകത്തുവെന്ന് പറഞ്ഞു. ഗോപേട്ട, ആ പുറത്തു നിന്ന് കോപ്രാന്തി കാണിക്കുന്ന മനുഷ്യന് കുറച്ച് വെള്ളം കൊടുക്കൂന്ന്. അപ്പൊ ഞാൻ അങ്ങോട്ട് ചോദിച്ചതാ, എന്തടി നിനക്കൊണ്ട് കൊടുത്താലെന്ന്. അപ്പോൾ അവൾ പറയുവാ, ചീ ആ കൊരങ്ങനെ മുമ്പിലേക്ക് ഞാനില്ലെന്ന്. അയ്യോ, അത് നീ ആയിരുന്നില്ല, ഞാൻ അറിഞ്ഞില്ല. അപ്പൊ നിങ്ങൾ തമ്മില് വല്ലാതെ എങ്കിലും അടുത്തല്ലോ. പോടാ, അങ്ങനെയൊന്നുമില്ല. സ്നേഹിച്ചാ സ്നേഹിക്കും. എന്തായി? നിന്റെ ശരീരം അങ്ങ് ശോഷിച്ചു പോയല്ലോ. ചോര തുപ്പാറായോ? തുപ്പുമ്പോ അറിയിക്കാം. ഒരു സത്യം പറയട്ടെ, അവൾ എന്നെ നോക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പൊ ഞാൻ എണ്ണയിട്ട് മസിൽ പിടിച്ച് നിൽക്കുമ്പോ അവൾ എവിടെയെങ്കിലും വന്നെന്ന് എന്നെ ഒളിഞ്ഞു നോക്കും. വല്ലതും കട്ടോണ്ട് പോകുന്നുണ്ടോന്നായിരിക്കും. ഓടെ അത് കാണാൻ പോണ പോലുമല്ലേ. എടാ ഭക്ത, ആ ചൂല് ഗോപനെ കൊണ്ട് വലിയ ശല്യം. അവൾ എന്റെ അടുത്ത് എത്തുമ്പോഴേക്കും അവൻ എവിടെ നിന്നെങ്കിലും ഒരു ചൂലും പൊക്കിക്കൊണ്ടുവരും. ആണല്ലോ, ഇത് തന്നെയാണ് എന്റെയും പ്രശ്നം. അവൻ ഒറ്റക്ക് കിട്ടുമ്പോ അവളെ വളച്ചാ പോരെ. വളച്ചാലും കിട്ടാൻ പോകുന്നില്ല. എന്നാലും അതല്ല എന്റെ ഒരു മര്യാദ. ഞാനൊരു കാര്യം പറയാം. നിനക്കൊരു കാര്യം ചെയ്യാൻ പറ്റും? ഈ കോർപ്പറേഷൻ വെള്ളം വരുന്ന പൈപ്പിന്റെ മെയിൻ ടാപ്പ് നിനക്ക് അടക്കാൻ പറ്റുമോ? ഇങ്ങനെയുള്ള കാര്യങ്ങളെ നിനക്ക് ഈസിയായിട്ട് ചെയ്യാൻ പറ്റും. കാര്യം എന്തര്? അവന്റെ ചൂൽ ഷൈനിങ് അതോടെ നിൽക്കും. കോർപ്പറേഷൻ വെള്ളം നിന്നാൽ കിണറ്റിന്ന് വെള്ളം കോരേണ്ടി വരും. ഇന്നത്തെ നിലക്കാവുമ്പോ അവൻ തന്നെ കോരേണ്ടി വരുവേ. ചേടാ ഭയങ്കര, നിനക്ക് ബുദ്ധിയില്ലെന്ന് പറഞ്ഞ വെറുതെ ആണല്ലേ. നിന്റെ അച്ഛൻ അങ്ങനെ പറഞ്ഞ ഊതല്ലേ? എടാ, ഞാൻ പറഞ്ഞത് നിനക്ക് ചെയ്യാൻ പറ്റുമോ? സംശയം എന്ത്? എനിക്ക് ചെയ്തേ പറ്റൂ. അവന്റെ അമ്മൂമ്മയുടെ ഒരു ചൂ. നിന്റെ അന്ത്യമാണ് ഇന്ന്. എവിടെ എവിടെ എടാ വാസുള്ളേ, എന്റെ ഭാര്യയുടെ വീട്ടിൽ നിനക്ക് എന്താ കാര്യം? എടാ, 2 തടിമാടന്മാരകത്തിരുന്ന് വിലസണം. നിനക്കൊന്നും കണ്ടുപോയാൻ വയ്യ. താനക്ക് എന്തൊരു ഭയമായിരുന്നു. ഞാൻ എങ്ങനെ വേണമെങ്കിലും അകത്ത് വരും. ഞാൻ ഒരു പുരുഷനാണെന്ന് തെളിയിക്കും.
നീ കുടിച്ചിട്ടുണ്ടോ? ചേട്ടാ, എന്താ ചേട്ടാ ഈ കേൾക്കുന്നതൊക്കെ? അറിയാം, ഇത് ഏതുവരെ പോകുമെന്ന് നോക്കട്ടെ. ആണുങ്ങൾ കരുപിടിക്കും, സ്നേഹമുള്ള ഭാര്യ കൂടി നിർത്തുകയും ചെയ്യും. പക്ഷെ ശത്രുവിനെ കുത്തി വളർത്താൻ വേണ്ടി എനിക്ക് ആരുടെയും ഔഷധം ആവശ്യമില്ല. ആരടാ നിന്റെ ശത്രു? നീ തന്നെ പറയണ. നീ ഇതുവരെ ആരുടെങ്കിലും എപ്പോഴെങ്കിലും കുസ്തി പിടിച്ച് ജയിച്ചിട്ടുണ്ടോ? വെറുതെ എന്തിനാ ഇങ്ങനെ കഥം പറയണേ? ഏടാ, നിന്റെ വാലിൽ നിന്ന് എഴുതി കലക്കൂടാ പട്ടി. നിന്നെ കൊന്നാലും ഒരു മനുഷ്യനെ കൊന്നതായിട്ടാ കേസ്. പടിയിൽ കണ്ടുപോകും. നിന്നെ പുറത്തു വെച്ച് പുറത്താക്കണ്ടാ. എടേ, രാവിലെ മരുന്നിന് പോലും ഒരെണ്ണത്തിനെ കാണുന്നില്ലല്ലോ. എന്റെ അവിടെയൊക്കെ ഇറങ്ങി തിരിച്ചപ്പോഴേ വിചാരിച്ചത് തന്നെ. വേണ്ട വരുന്നതേ ഒരു ചമലക്കിളി. അളിയ, വണ്ടി കൊള്ളാം. ഒന്ന് ലൈനിട്ട് നോക്കിയാലോ? അന്നത്തെ പോലെ തല്ലുവല്ലോ കിട്ടിയാലോ? തല്ല് കിട്ടിയാലും സാരമില്ല, ഇപ്പൊ ഇവിടെ ആരുമില്ല. നിങ്ങൾക്ക് രണ്ടുപേർക്കും ധൈര്യമില്ലാത്ത സ്ഥിതിക്ക് ഞാനൊന്ന് മുട്ടി നോക്കാം. അമ്പലമുക്കിലേക്കുള്ള ബസ് ഇവിടെ നിർത്തൂലേ? അങ്ങോട്ടേക്കായിരിക്കും. അല്ല, ഒറ്റക്കേ ഉള്ളൂ. കൂട്ടിനല്ലേ ഞങ്ങളൊക്കെ ഇവിടെ ഉള്ളത്. എങ്ങോട്ടാ? അറിഞ്ഞിട്ട് എന്ത് വേണം? അല്ല, ഒരു പെൺകുട്ടി ഒറ്റക്കൊരിടത്ത് നിൽക്കുമ്പോ അവളെ പരിരക്ഷിക്കേണ്ട ചുമതല ഒരു ഇന്ത്യൻ പൗരനെന്ന നിലക്ക് എനിക്കുണ്ട്. നിനക്കല്ല, നമുക്ക്. ഒരു കാര്യം ചെയ്യ്, നീയൊക്കെ വല്ല പട്ടാളത്തിലും പോയി ചേരും. പരിരക്ഷിക്കാൻ നടക്കുന്നു. കുട്ടി എങ്ങോട്ടാ? ഓഫീസിലേക്ക്. ഞാൻ ഡ്രോപ്പ് ചെയ്യാം. വഴിയിലെങ്ങാനും കമ്പയിലൊരു തുണി ചുറ്റി വെച്ചാൽ മതി, മണപ്പിച്ച് നോക്കാൻ നടക്കും. പെണ്ണാണോ? നമ്മൾ വിഷമിക്കണ്ട, ഞാൻ ഡ്രോപ്പ് ചെയ്യാം. എന്താ പേര്? ലത. നൈസ്. കുട്ടിക്ക് ഡ്രസ് നന്നായി ചേരും, എസ്പെഷ്യലി കളർ സെൻസ്. താങ്ക്സ്. പ്ലീസ്. കളവൻ നമ്മളെ വെട്ടിയിട്ട് സ്വന്തമായി ശൃംഗരിക്കാനുള്ള പരിപാടിയാ. വാ. എങ്ങോട്ടാ? മുന്നോട്ട്. ഏതായാലും അമ്മ വന്നത് വളരെ നന്നായി. ഞങ്ങളും ആ വഴിക്കാം. ഒന്ന് വിട്ടേ. വേണമെങ്കിൽ ബസ് വാഴ അടിക്കൊണ്ടിരിക്കാതെ കേറേ. പോട്ടെ, റൈറ്റ്. വണ്ടി വിടമ്മാവാ. എവിടാ നിങ്ങക്ക് പോകേണ്ടത്? നേരെ പോട്ടമ്മാവാ. വയസ്സുകാലത്തെങ്കിലും ഒരു ഉപകാരം ചെയ്തുകൂടെ? പോട്ടമാവാ. വിടമ്മാവാ. പെട്രോളൊക്കെ ഉണ്ടല്ലോ, ജാലിയായിട്ട് വിട്ടു പോ. എന്താ വണ്ടി നിർത്തിയത്? എനിക്ക് വലത്തോട്ടാ പോകേണ്ടത്. നിങ്ങൾക്കോ? ഞങ്ങൾക്ക് വലത്തോട്ടാ പോണ്ടത്. വലത്തോട്ടാണോ? ഉറപ്പല്ലേ? ഉറപ്പാണ്, ഉറപ്പാണ്. എന്നാലേ എനിക്ക് ഇടത്തോട്ടാ പോകേണ്ടത്. നമുക്ക് മറ്റേടത്തോട്ടെ. അപ്പൊ ഇടത്തോട്ട് ഇടത്തോട്ട് പോട്ടെ ഡ്രൈവറെ. അല്ല അമ്മാവ, ഇത് ഷട്ടിൽ സർവീസ് ഒന്നുമല്ല, മനസ്സിലായില്ലേ? പിന്നെ ലേഡീസ് ഉള്ളിയായിരിക്കും. ഈ കുട്ടി എനിക്ക് എന്റെ സ്വന്തം മകളെ മാതിരിയാ, മനസ്സിലായോ? എന്നാ ഞങ്ങൾ സ്വന്തം മരുമക്കളാന്ന് വിചാരിച്ചാ മതി. അപ്പോ നിങ്ങളുടെ ഇറങ്ങാൻ ഭാവമില്ല. വണ്ടി വിട് മാഷേ. നിങ്ങളെ എവിടാ ഇറക്കേണ്ടതെന്ന് എനിക്കറിയാം. പോട്ടെ പോട്ടെ.
ഇവിടെയല്ല ഞങ്ങൾക്ക് വണ്ടി നിർത്തേണ്ടത്. അത് വണ്ടിക്കറിയാവും. ഇനി ഓടാൻ തള്ളണം. തള്ളാം, കുറച്ചുകൂടെ മുമ്പോട്ട് നിർത്ത്. മുമ്പോട്ട് നിർത്താൻ പിന്നെ തള്ളേണ്ട ആവശ്യമുണ്ടോ? ആ, നിങ്ങൾ മാന്യന്മാരെ കൂടെ തള്ളിക്കുന്ന മോശമാ. ഇടോ പാചമല്ലേ? അയ്യോ 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 അയ്യോ. ചുമലിന് കൈയ്യട്, അങ്ങനെ അങ്ങോട്ട് ഓടി രക്ഷപ്പെടാൻ നോക്കണ്ട. ആൾക്കാർ വരും. കാശേട് 3 പേരും കൂടി 365 രൂപ. പാച്ചേട്ടാ, അവമാനിക്കരുത്. ഞാൻ നല്ലൊരു കുടുംബത്തിൽ ആ, പറഞ്ഞവനാണ്. നീ നല്ല കുടുംബത്തിൽ പറഞ്ഞു, ഞാൻ പിന്നെ മറ്റേ കുടുംബത്തിൽ പറഞ്ഞാണല്ലോ. ആ, അതാണല്ലോ തന്നെ ഇവിടെ ഇട്ടിട്ട് അവരങ്ങോട്ട് ഓടിപ്പോയത് അല്ലേ? കാശ് എടുക്കാൻ ഓടിയതല്ലേ? അളിയാ, ഒരു കോളുണ്ട്. 2 നല്ല കിണ്ണം ചരക്കുകൾ വേഷം മാറാൻ അകത്ത് കയറിയിരിക്കുക. ഇപ്പൊ വെള്ളത്തിൽ ഇറങ്ങാൻ പോവുക. വല്ല കിളവികളും ആയിരിക്കും. വാടാ. എടാ, നീ വരുന്നില്ലേ? വല്ലരും കുളിക്കുന്ന എത്തി നോക്കുന്ന മോശമല്ലേടാ? ആ, മോശാണ്, നീ വരണ്ട. അല്ല, ഞാൻ പറഞ്ഞത് എവിടെയാണ് സംഭവം? എവിടെയാണ്? രാവിലെ ബ്രേക്ക്ഫാസ്റ്റോ കഴിച്ചില്ല. ഒരു ലൈറ്റ് റിഫ്രഷ്മെന്റ് ആയിക്കോട്ടെ. എവിടെയാണ്? കൂടുതൽ വാചൊന്നും അടിക്കണ്ട, വേണേ ഫ്രീ ആയിട്ട് കണ്ടോ. എവിടെ? നമ്മുടെ മറ്റേ കക്ഷി. ഈ ശല്യം ഇവിടെ വന്നു. ഇയാൾ ഇങ്ങനെ വിട്ടാ പറ്റില്ല. വയസ്സ് കാലത്ത് ഷൈനിങ് കണ്ടില്ലേ? നമുക്കൊന്ന് കൊളുത്താം. വയസ്സുകാലത്ത് കുളിക്കാനിറങ്ങിയോ അതോ കിടക്കാനിറങ്ങി? കുളിച്ചാൽ ശരിയാവൂല, തലയെ പുരട്ടിക്കുന്ന ചായം പോവും. ഞങ്ങളുടെ കാര്യം കൂടി ഒന്ന് പറഞ്ഞേക്കണേ അമ്മാവാ. ഒരു റെക്കമെൻഡേഷൻ. വേണോ അമ്മാവോ? എന്റെ മേഖലേട്ടാ 3 മാസം കഴിഞ്ഞപ്പോ പെണ്ണിന് ഛർദി, ഇരിക്കാൻ വയ്യ. അപ്പൊ ആളാരാ? ആ മൂത്ത് ചേർക്കുന്നല്ലേ കോളേജിൽ പഠിക്കുന്ന പയ്യൻ. അവരെങ്ങോട്ട് പിന്നെ ഒന്നും പറയണ്ടേ. 100 രൂപ. ഒന്ന് കാക്ക വളർന്നു വറക്കും. അപ്പം ബാക്കിയോടെ ബാക്കി ഇതേപോലെ വരും. ഇൻസ്റ്റാൾമെന്റോ? ഞങ്ങളുടെ എമൗണ്ട് കംപ്ലീറ്റ് ഗഡുക്കളായി ഗൾഫിൽ വന്നോണ്ടിരിക്കുക. അപ്പൊ അറബി ഫാമിലി ആണല്ലോ. ഒരു പാക്കറ്റ് ബിൽസ് 2 ആക്കിക്കോ. 3 ആയിക്കോട്ടെ. 7 തീപ്പെട്ടി. 7 തീപ്പെട്ടി? എന്താ വെടിക്കെട്ടുണ്ടോ? ഉണ്ടാവും. എടേ കോരെ, ക്യൂൻസ് ഹോട്ടലിലെ ക്യാമറ നീ കണ്ടിട്ടുണ്ടാടേ? കൊള്ളാം, എന്തൊരാട്ടം. കിളവന്മാര് വരെ വീട് പോവില്ലേ? എന്നാ പിടിച്ചോ, ഒരു ബാഗ് വിൽസും തീപ്പെട്ടിയും പിടിച്ചോ. ബാക്കിയോ? ബാക്കി പാർസലാക്കി ഞാൻ ബംഗ്ലാവിലേക്ക് അയച്ചു തരാം കേട്ടാ. എടേ, ഇപ്പൊ ഇത് മതിയുടെ, ഇതൊന്നും വലിച്ച് ശരീരം കേട് വരുത്താതെ മക്കളെ. പാച്ചേട്ടാ, ഒന്നോ ഞങ്ങള് വേറെ ചില കാര്യങ്ങൾ പറയാം. ഏത് വേറെ ചില കാര്യം? അല്ല പാച്ചേട്ടാ, നമ്മുടെ നാട്ടിലെ ചില പകൽമാന്യന്മാരെ കാണണമെങ്കിൽ ഏ. രാത്രിയാവുമ്പോ ക്യൂൻസ് ഹോട്ടലിലെ ക്യാമറ ഹോളിൽ ചെന്ന് നോക്കിയാ മതി. വായും പൊളിച്ചല്ലേ ഇരിക്കുന്നത്? ഈച്ച കയറി പോലെ ആ, ഞങ്ങള് ചിലരുടെയൊക്കെ ചില ഫോട്ടോകളൊക്കെ എടുത്തിട്ടുണ്ട്. ചിലപ്പോ അത് ഈ നാട്ടിലെ ചുവരുകളിലൊക്കെ കണ്ടെന്നും വരും. അല്ല, ഒരു ലോകകാരി ചോദിച്ചോട്ടെ? ചോദിച്ചോളൂ. കള്ളു കുടിക്കാനും പെണ്ണുങ്ങൾ ഉടുതുടില്ലാതെ ഡാൻസ് ചെയ്യുന്നത് കാണാനും മറ്റേതൊക്കെ നിങ്ങളുടെ കൈ കാശുണ്ടല്ലേ? സപ്പോസ് പാച്ചിപ്പിള്ള ചേട്ടന്റെ കടയിൽ നിന്ന് പറ്റിയ 10 കാശ് തരാൻ നിങ്ങളുടെ കയ്യിലില്ല അല്ലേ? നോക്കിക്കോ, ഒരു ദിവസം ഉടുതുടി ഇല്ലാതെ ഈ പബ്ലിക് റോട്ടിൽ നിന്ന് ക്യാമറക്കാരി നിങ്ങളെ കൊണ്ട് കളിപ്പിച്ചില്ലെങ്കിൽ എന്റെ പേര് പാച്ചോട്ടൻ നല്ല സൂക്ഷിച്ചു നമുക്ക് മിനിസ്റ്റർ ഒന്ന് കാണണം. പിന്നെ ആ ഫോട്ടോ ഒന്ന് പത്രത്തിൽ പ്രസിദ്ധീകരിക്കണേ. പച്ചട്ടാ, ഞങ്ങൾ പോകുന്നു. പാച്ചേട്ടാ, ഇല്ല മേജർ സാറേ, സാറിനെന്താ പിള്ളേരെ കാണുമ്പോ ഒരു ചമ്മല്? അലവലാദികൾ ആഹാ. എവരെയൊക്കെ കാണുന്നതേ ഇറണക്കേടാ. ആ. യവന്മാരുമായിട്ടൊന്നും സംസർഗം പാടില്ല പച്ചപ്പിള്ളേ. ആ, പിന്നെ മാന്യന്മാർക്ക് വേണ്ടി മാത്രം ഒരു കച്ചവടം നടത്താൻ പറ്റുമോ? എന്താണ് മേജർ സാറേ, ഞാൻ ജീവിച്ചു പോയിക്കോട്ടെ. രാവിലെ തന്നെ വന്നിരുന്ന ഓരോരോ ഉപദേശങ്ങള്. എടാ, നിന്നോട് വരാനാ പറഞ്ഞത്. നമുക്ക് വീട്ടിൽ പോവാം. ചാപ്പിട്ട് നീ എന്തിനാ അവനെ അടിക്കുന്നത്? അവൻ വരത്തില്ലേ? കുറെ നേരം ആയാലും ഇവിടെ കിടന്ന് വെള്ളം വെക്കാൻ തുടങ്ങിട്ട്. അറിയാം. വിളിച്ചിട്ട് വരുന്നില്ല, ഞങ്ങൾ എന്തോ ചെയ്യും? മരുന്നിലേക്ക് എടുത്തോണ്ട് പോ. അല്ല, ഞങ്ങളിവിടെ നിൽക്കുന്നോണ്ട് സാർമാർക്ക് വല്ല ബുദ്ധിമുട്ടുണ്ടോ? ആ, ഞാൻ കിടന്ന് ഉറങ്ങണം. ഉറങ്ങിക്കോ. നിങ്ങൾ പോയിട്ടേ ഞങ്ങൾ ഉറങ്ങുന്നുള്ളൂ. അതെന്തൊരു സോക്കേടാല. ഒരു ന്യായം വേണം മനുഷ്യനായ ഏത് കാര്യത്തിൽ ന്യായം വേണം. മര്യാദക്ക് വീട്ടിൽ പോകുന്നത് നല്ലത്. കാര്യം കഴിഞ്ഞിട്ട് ഞാൻ കാശ് വാങ്ങിച്ചിട്ട് പോയി. കാശോ? കാശ് വല്ലതും ഉണ്ടെങ്കിൽ കൊടുക്കണേ. വല്ല പിച്ചക്കാരന്മാരും ആയിരിക്കും. പിച്ചക്കാരൻ തന്തേടാ. അതെയാ നിന്റെ തന്തയ്ക്ക് വിളിക്കുന്നു. അതിന് എന്റെ തന്ത പിച്ചക്കാരനല്ലല്ലോ. ചിലപ്പോ ആയിരിക്കും.
സത്യത്തിൽ നമ്മൾ നേരത്തെ പരിചയപ്പെടേണ്ടവരാണ്. നമ്മൾ പരിചയപ്പെട്ടല്ലോ അവിടെ അവിടെ. എന്നാ പറയാൻ പറ്റാത്ത അത്തരം പരിചയപ്പെടലല്ല. സേ ഐ ആം മേജർ നായർ. ഹലോ. ഐ ആം ഗോപൻ. ഹലോ. ഇവൻ കോരലോ. അത് ഭക്തകുചേലൻ. ഭക്തവത്സലം. ഹലോ. സത്യം പറഞ്ഞാൽ നിങ്ങളെപ്പോലെ മിടുക്കന്മാരായ ചെറുപ്പക്കാരെ കമ്പനി കിട്ടാൻ തന്നെ വലിയ ബുദ്ധിമുട്ടാണ്. ജീവിതത്തെ കുറിച്ചുള്ള എന്റെ ഔട്ട്ലുക്ക് എന്റെ സമപ്രായക്കാരായ മറ്റുള്ളവരെക്കാൾ വളരെ വ്യത്യസ്തമാണ്. ബിക്കോസ് ഐ ഹാവ് സീൻ 3 wars. 3 യുദ്ധങ്ങൾ കണ്ട കണ്ണുകളാണിത്. ഐ സ്റ്റിൽ ഫീൽ ഐ ആം യങ്. അതുകൊണ്ട് നിങ്ങളുടെ അതേ ചിന്താഗതി തന്നെയാണ് എനിക്കുള്ളത്. അപ്പൊ ചുരുക്കി പറഞ്ഞ ഞങ്ങളെ പോലെ അമ്മാവന് ഒരു ഒന്നാം തരം പിഴയാ. കറക്റ്റ്. ചില്ലറ കുസൃത്തരങ്ങളൊക്കെ ഇല്ലാത്ത ഒരു ജീവിതം പിന്നെന്ത് ജീവിതമാണ് പിള്ളേരെ? വേണം 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 വേണം. അതുകൊണ്ടായിരിക്കും ഇപ്പൊ അമ്മാവ് അതിന്റെ പുറകെ മണം പിടിച്ച് വന്നത്. ഏതാ കക്ഷി? നിങ്ങളുടെ ലിസ്റ്റിൽ പെട്ടത് വല്ലതും ആണോ? അല്പം ചവിട്ടും തുഴയൊക്കെയുള്ള കൂട്ടത്തില്ല, അതുകൊണ്ടല്ലേ ഞങ്ങൾ സൈലന്റ് ആയിട്ടിരിക്കുന്നു. ഇവിടെയാണ് നിങ്ങളും ഞാനും തമ്മിലുള്ള വ്യത്യാസം. ഇതൊക്കെ ഹാൻഡിൽ ചെയ്യാൻ ഒരു പ്രത്യേക സ്റ്റൈല് വേണം. അതല്ലാതെ ഇങ്ങനെ തേരാപ്പാറ നടക്കുന്നുണ്ട് യാതൊരു ഗുണം ഉണ്ടാകാൻ പോകുന്നില്ല. നോക്കിക്കോളൂ. താങ്ക് യു. എന്താ എഴുതിയിരിക്കുന്നത്? ഐ ലവ് യു. ഇത് അവൾ വാങ്ങിച്ചാൽ വാങ്ങിച്ചാൽ ലൈനിൽ വീണു എന്നർത്ഥം. വാങ്ങിച്ചാലല്ലേ? വാങ്ങിക്കും. ജസ്റ്റ് വാച്ച്. Keep it with you. Keep it. Oh, excuse me. ഇത് കുട്ടിയുടെ കർച്ചീഫല്ലേ? അയ്യോ അല്ല. അതെ, കൈയും താഴെ പോകുന്ന ഞാൻ കണ്ടതാണ്. ഇതങ്ങോട്ട് വാങ്ങിച്ചു കുട്ടി. ഇതിലെന്താ എഴുതിയിരിക്കുന്നത് കണ്ടോ? വായിച്ചു നോക്കിയിട്ട് വാങ്ങിച്ചാ മതി. അമ്മാവോ, ഈ സ്റ്റൈല് നമുക്ക് വേണ്ട. തടി കേടാവും. അവള് വീണ് പോയേനെ. കുറച്ചുകൂടി ഓങ്ങി അടിച്ചിരുന്നെങ്കിൽ. ഇതൊന്നും കണ്ട് വിരളാൻ പാടില്ല കുഞ്ഞുങ്ങളെ. തൊലിക്ക് നല്ല കട്ടിയാണല്ലേ? ഇതും ഒരു തുടക്കമാണ്. അടുത്ത പ്രാവശ്യം അവള് പിച്ചാത്തിച്ച് കുത്തും. അതോടെ ഒടുക്കം. നിങ്ങൾ ഈ സിനിമയിലൊക്കെ ലവ് സ്റ്റോറീസ് കേട്ടിട്ടുണ്ടോ? ഒരു ക്ലാഷോട് കൂടിയാണ് ലവ് ആരംഭിക്കുന്നത്. ഒന്നുകിൽ നായകൻ നായികയെ തല്ലുന്നു, അല്ലെങ്കിൽ നായിക നായകനെ തല്ലുന്നു. പിന്നെ തല്ലിയല്ലോ എന്നുള്ള സങ്കടമാണ്, സെന്റിമെന്റ്സ്. ഇത് പ്രേമത്തിലേക്ക് വഴിവെക്കുന്നു. പിന്നെ പ്രേമം, പിന്നെ ആത്മഹത്യ, അല്ലെങ്കിൽ വില്ലൻ തല്ലി കൊല്ലും. കല്യാണം. ചുമ്മാ കയറി പ്രേമിച്ചാൽ ആദ്യം ഏത് പെണ്ണു വന്ന് ഉടക്കും. അത് അവരുടെ സ്വഭാവമാണ്. അത് അമ്മാവൻ പറഞ്ഞ ശരിയാ. വർഷം കുറയായി പലതിന്റെയും പുറകെ നടക്കും. ഇതുവരെയായിട്ട് ഒറ്റ എണ്ണം പോലും തിരിഞ്ഞു നോക്കിയിട്ടില്ല. അതിന്റെ രഹസ്യം എന്താ? തല്ലു കൊണ്ടിട്ടുണ്ടോ? ഇഷ്ടം പോലെ. പെണ്ണുങ്ങളുടെ തല്ലു കൊണ്ടിട്ടുണ്ടോ? അതിനുള്ള ഭാഗ്യം പോലും ഉണ്ടായിട്ടില്ല. അതാ അടിയുടെ ചൂടറിഞ്ഞെങ്കിലേ പ്രേമത്തിനും ചൂടുണ്ടാവും. നിങ്ങളുടെ കാര്യം ചെയ്യും. ആദ്യം മനസ്സിനിണങ്ങി ഒരു പെണ്ണിനെ കണ്ടുപിടിക്കുക. മനസ്സിനിണങ്ങിയെന്ന് പറഞ്ഞ മനസ്സിനിണങ്ങാത്തതായിട്ട് ആരെങ്കിലും ഉണ്ടോടെ? ഞങ്ങൾക്ക് പൊതുവെ എല്ലാവരോടും ഇഷ്ടമാണ്. ഇഷ്ടപ്പെട്ടതെല്ലാം കല്യാണം കഴിക്കാൻ പറ്റുമോ? തറവാട്, പാരമ്പര്യം, സ്വഭാവം, സൗന്ദര്യം, അങ്ങനെ എല്ലാം എത്തിണങ്ങിയ ഒരു പെണ്ണെ കണ്ടുപിടിക്കുക. എന്നിട്ട് എന്നെ കാണിച്ചില്ലേ, ഒരു 3 മാസത്തിനുള്ളിൽ അവളെ പ്രേമത്തിൽ കുടുക്കി കല്യാണം കഴിപ്പിച്ചു തരുന്ന കാര്യം ഞാൻ ഏറ്റു. ഉറപ്പാണ്? ഉറപ്പ്. നേരാണോ? നേരെ. ഇല്ലെങ്കിൽ എന്നത്തെ ഇങ്ങനെ വിളിച്ചു ആചരിപ്പിക്കുന്നു. പരൽ മീനിന്റെ കണ്ണ്, തക്കാളിപ്പഴ കവിളുകൾ, തൊണ്ടിപ്പഴം പോലത്തെ ചുണ്ടുകൾ, താമര വള്ളി പോലുള്ള കഴുത്ത്,
ചെങ്കതളി കുടമ്പം കളഞ്ഞല്ലോ അവനത് പറഞ്ഞില്ല. അമ്മാവനോട് ഞാൻ എങ്ങനെ പറയും? എനിക്ക് വർണ്ണിക്കാൻ വയ്യ. വർണ്ണിക്കണ്ട, ചുരുക്കി പറഞ്ഞാൽ അവൾ ഒരു കലക്കൻ ചരക്ക. കൂടുതലൊന്നും പറയണ്ട. അവള് കോളേജ് വിട്ട് വരാൻ സമയമായി. ആ ഏതായാലും കാണാൻ പോവല്ലേ. നിങ്ങളുടെ സെലക്ഷൻ മോശമാവാൻ വഴിയില്ല. എവിടെ ഏതേ ദാ വരുന്നു. എന്താന്ന് മിണ്ടാത്തത്? വളയ്ക്കാവോ? വളയ്ക്കണ്ട, ഒടിക്കാം. ഓരോന്നിനെ കണ്ടുപിടിച്ചോണ്ട് വന്നിരിക്കുന്നു. പരൽമീനിന്റെ കണ്ണു പോലും ചത്ത മീനായിരിക്കും. ഒട്ടിയ കവിളും കോണിയ ചിറിയും. നിനക്കൊക്കെ ഒരു 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 സൗന്ദര്യബോധമുണ്ടോ? എന്തൊക്കെയായാലും എനിക്കിത് മതി. എനിക്കും ഇത് മതി. എനിക്കും. അമ്മാവന്റെ ഒരു സ്റ്റാൻഡേർഡ് അനുസരിച്ച് സൗന്ദര്യം കാണുന്നത് വല്ല തൈക്കളവികളിലും ആയിരിക്കും. ഞങ്ങൾക്കത് പറ്റില്ല കേട്ടോ. റിയൽ ബ്യൂട്ടി. മലയാളത്തിൽ പറയണേ ഒരു സാഹിബ്. സൗന്ദര്യത്തിന്റെ കാര്യം പോട്ടെ, അവളെ കാണുന്നതേ ഒരു അവലക്ഷണമാണ്. നിങ്ങൾക്ക് ഒരു തരത്തിലും ചേരൂല. അതുകൊണ്ടാ. അത് ഞങ്ങൾ സഹിച്ചോളാം. സത്യം പറയണം, ഞങ്ങളെ വെട്ടിയിട്ട് അമ്മാവൻ സ്വന്തമായിട്ടൊരു ലൈൻ ഇടാനുള്ള പരിപാടിയല്ലേ? എന്നാലേ വിവരം അറിയും. അവള് ഞങ്ങളുടെ പെണ്ണ. ഞങ്ങളാ? അവളാര് പാഞ്ചാലിയോ? എല്ലാത്തിനും ഒന്നിച്ച് കെട്ടി തൂക്കിട്ടുണ്ട് നടക്കാൻ. അതെന്റെ ഭാഗ്യം പോലിരിക്കും. അല്ല, നമ്മുടെ ഭാഗ്യം പോലിരിക്കും. ആ, കിട്ടുന്നവന് ബാക്കി രണ്ടുപേരും വഴിമാറി കൊടുക്കും. ഡാ 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 ഡാ. നിങ്ങളൊക്കെ നല്ല തറവാട്ടി പറഞ്ഞ കുട്ടികളാ. അവളെ കണ്ടിട്ട് ഒരു തറവാട്ടി പറഞ്ഞ ലക്ഷണമില്ല. തറവാട് ഞങ്ങൾക്ക് പ്രശ്നമല്ല. ആ പെൺകുട്ടിക്ക് നല്ലൊരു ജീവിതം അത് കൊടുക്കാന്നുള്ളത് മാത്രമാണ് ഞങ്ങളുടെ ലക്ഷ്യം. നിങ്ങളുടെ കൂടെ കൂടുന്ന പെൺകുട്ടിക്ക് നല്ല ജീവിതമോ? ഊരാണമ്മ, ഊരാണ് കേട്ടാ. ചുമ്മാ ഇരുന്ന് ഞങ്ങൾക്ക് ആശ നിന്നിട്ട് ഞങ്ങൾക്ക് അതിനുള്ള വഴി പറഞ്ഞു തരാതെ വലിയുള്ള ഭാവമാണെങ്കിൽ അത് വാ. അല്ല, ചുമ്മാ ഊരാണ്. ഞാൻ നിങ്ങൾക്ക് നല്ലതേ പറഞ്ഞു തരൂ. അവളുടെ ജാതി എന്താണെന്ന് അറിയാമോ? ഇല്ല. മതം എന്താണെന്ന് അറിയാമോ? പ്രശ്നമല്ല. ബന്ധുക്കൾ ആരൊക്കെയാണെന്ന് അറിയാമോ? കണക്കാക്കുന്നില്ല. പോട്ടെ, അവളുടെ തന്ത ആരാണെന്ന് അറിയാമോ? ഏത് കഴിവറയുടെ മോനെ ഞങ്ങൾക്കെന്താ? അപ്പോ അയാൾ വല്ല പട്ടാളക്കാരനാണെങ്കിലോ? പട്ടാളമല്ല, ഇനി ഏത് കോപ്പാണെന്ന് പറഞ്ഞാലും ഞങ്ങൾക്കൊരു പുണ്ണാക്കുമില്ല. വേണ്ടി വന്നാൽ ഈട്ടുവാക്കിന് 4 പെരുമാറുകയും ചെയ്യും. നീ പെരുമാറും. വേണ്ടി വന്നാൽ ആഹാ. ആ, ഏ? ആ, ഏ? ആ. ഒന്ന് പെരുമാറടാ. പെരുമാറടാ. നീ എന്നെ പെരുമാറടാ. അതിന് അമ്മാവന്റെ ചൂടാവണത്. അമ്മാവല്ലേ പറഞ്ഞു ഒരു പെണ്ണെ കാണിച്ചാൽ ഒതുക്കി കൈ തരാമെന്ന്. എന്നിട്ടിപ്പോ കാല് മറന്നോ? നിങ്ങളുടെ ഭാവം കണ്ടാ തോന്നുന്നില്ല അത് നിങ്ങളുടെ മോളാണെന്ന്. അതാ, എന്റെ മോളാ. കാര്യമായിട്ട് പറഞ്ഞു. കാര്യമായിട്ട് തന്നെ. അപ്പോ കേസ് കെട്ട് അങ്ങനെയാണല്ലേ? വഴിയെ പോകുന്ന പെമ്പിള്ളേരുടെ ഒക്കെ പുറകെ നടന്നിട്ട് ഇപ്പൊ സ്വന്തം ദേഹത്ത് കൊണ്ടപ്പോ വേദന ഉണ്ടല്ലേ? ആ, കുറച്ച് വേദനയുണ്ട്. എന്നാലേ ഞങ്ങൾക്കൊട്ടുമില്ല. ഈ ലോകം തന്നെ ഇടിഞ്ഞു വീണാലും ഞാൻ പിന്നോട്ടില്ല. ഐ ലൈക്ക് ഹർ. ഞങ്ങളും മുന്നോട്ട് തന്നെ. ദേ പിള്ളാരെ, കാര്യമായിട്ട് പറയുക, കളിക്കരുത്. കളിയല്ല, കാര്യം. വേണ്ടി വന്ന വീട്ടിനകത്തൊരു കാര്യം ഒന്ന് പെരുമാറും. എന്നാ വാടാ പെരുമാറാൻ. ഫലം വാസുവാന്ന് കേട്ടിട്ടുണ്ടോ? എന്റെ അളിയന എടുത്ത് സൂപ്പായി കളയും മൂന്നിന്. അടിച്ച് ഫലി കയറ്റും. എന്റെ ഹൃദയം എനിക്ക് നഷ്ടപ്പെട്ടു പോയി. ഹൃദയം മാത്രമല്ല, കൈയും കാലും മുഖമൊക്കെ നഷ്ടപ്പെടാൻ പോവാ. വരട്ടല്ലേ, വരട്ടല്ലേ. എന്താണ് വെട്ടിയാല്? വരുംകാലം മരുവാനാണ് ഞാൻ. എന്റെ മരുമനോ? തീർന്നു. ഇനി ഞാനും നിങ്ങളും തമ്മിൽ യാതൊരു ബന്ധവുമില്ല.